നോക്കി എന്താ സ്റ്റൈല് കാണാൻ, എന്താ ടെക്സ്ചർ, ആ പച്ചയും ചുവപ്പും ഇളം മഞ്ഞയും കളറൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ മോര് കറി അഥവാ മോരല്ലെങ്കിൽ തൈര് കറി. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചത് കുറച്ച് മോരാണ്, തൈര് പോലത്തെ മോര്. കടയിൽ നിന്ന് മോരെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്, പക്ഷെ തൈരായിരുന്നു. കുറേ നമുക്കൊന്ന് മിക്സ് ചെയ്യാം, കുറച്ച് വെള്ളം ചേർത്തിട്ട്. പിന്നെ തൈര് ഉപയോഗിച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം. സിമ്പിളാണ്, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് കേടുകൂടാതെ നമുക്ക് 2 ദിവസമെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും എടുക്കാം. ഇതൊക്കെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ടേബിൾ സ്പൂണ്. അതിലേക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. അത് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയാണ് ഈ മെയിൻ ഐറ്റംസ് ഈ കറിയിൽ. അതൊന്ന് നന്നായി വേവിപ്പിക്കാം. ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് നന്നായി വെന്ത് വരും. ചെറിയുള്ളി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വെറുതെ മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് പൊട്ടിത്തെറിച്ചു. പച്ചമുളകും ചെറുള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് ആഡ് ചെയ്യാം, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില നല്ല ടേസ്റ്റ് കൊടുക്കണം ഇതിലേക്ക്. ഇനി ഒരു കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. 2-3 കഷ്ണം വറ്റൽമുളകും. അതിന് മുമ്പേ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മോര് കറിയിൽ മെയിനായിട്ട് വരുന്നത് ഇത് തന്നെയാണ്, വേറെ വെജിറ്റബിൾസൊന്നും ആഡ് ചെയ്യുന്നില്ല. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് മോര് ആഡ് ചെയ്തെടുക്കാം. മോര് അല്ലെങ്കിൽ തൈര്. തീ കുറച്ചിട്ടോ ഓഫ് ചെയ്തിട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ തൈര് മിക്സ് ആകുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാണാൻ അടിപൊളിയല്ലേ, അടിപൊളി കളർ, യെല്ലോ കളർ. ഇപ്പോൾ നമ്മുടെ മോര് കറി റെഡിയായി. വേഗം ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്, ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ പ്രൊഫൈലൊന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.